ஐயா வணக்கம். உச்சக்கீறுக்கில் நீ பாடடா, പെണ്ണുങ്ങളെ വലിയിൽ വീഴ്ത്തടാ, ശശഞ്ചാമ്യത്തിനായി മുങ്ങടാ, നവോത്ഥാനത്തിനായി പൊങ്ങടാ, കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഇന്നാ പിടിച്ചു അവാർഡെന്ന് പറഞ്ഞ് നമ്മുടെ വേടൻ അഥവാ ഹിരൺദാസ് മുരളിക്ക് ഈ പാട്ട് കേട്ട് മികച്ച ഗാനരചന, എന്തർത്ഥവത്തായിട്ടുള്ള വരികളാണ്, പിടിച്ചതെല്ലാം പുലി വാലിട. ഇനി ഈ സർക്കാരിനെ ഉദ്ദേശിച്ച് പറഞ്ഞതായിരിക്കുമോ? അല്ല, ജനങ്ങളുടെ അവസ്ഥയാണേ. ആയിരിക്കില്ല. കാണ്ടാമൃഗത്തിൻ്റെ തോലിട, ഇനി മുഖ്യനെ ഉദ്ദേശിച്ചതായിരിക്കും ഇത്? അങ്ങനെയാവാൻ വഴിയില്ല. എന്തായാലും കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, അത് വളരെ കറക്റ്റാണ്. എന്തായാലും നല്ല അർത്ഥവത്തായിട്ടുള്ള ഘനഗാംഭീര്യമുള്ള വരികളാണ് ഇതെന്ന് കണ്ട് ഈ വരികൾക്ക് അവാർഡ് കൊടുത്തിരിക്കുകയാണ്. മികച്ച ഗാനരചനയ്ക്കുള്ള അവാർഡ് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ സർക്കാർ എന്ന് പറയുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ മാനദണ്ഡം എന്ന് പറയുന്നത് ഗാനരചനയിലുപരി എനിക്ക് തോന്നുന്നത് 2 സ്ത്രീപീഡന കേസ്, ഒരു പുലിപ്പല്ലി കേസ്, പിന്നെ 5-6 കഞ്ചാവ് കേസും, ഇതെല്ലാം ഉണ്ടെങ്കിൽ സംസ്ഥാന അവാർഡ് റെഡി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സംസ്ഥാന അവാർഡിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അർത്ഥവത്തായിട്ടുള്ള വരികളാണെന്ന്. പല വരികളിലും അതിൽ ഘനഗാംഭീര്യമുള്ളതായിരുന്നു. അതായത് ഉച്ചക്കിറുക്കിൽ നീ പാടട, കുടിച്ച കള്ളമൊന്നും പറയില്ലട, കാണ്ടാമൃഗത്തിൻ്റെ തോലിട, അങ്ങനെ ആടട ഇങ്ങനെ ആടട. എന്തോന്നാണ് ഇതൊക്കെ എന്നുള്ള കാര്യമാണ് സത്യം പറഞ്ഞാൽ പല ആൾക്കാർക്കും തോന്നുന്നത്. എന്തായാലും വേടൻ ഫാൻസിന് ഇത് ബാഹുബലിയായിട്ട് തോന്നും. എനിക്കും ഇത് ബാഹുബലിയായിട്ട് തോന്നുന്നു. കാരണം ഈ അവാർഡിന് ഒരുപാട് പേര് കുറ്റം പറയുന്നുണ്ട്. മികച്ച ഗാനരചയിതാവ് എന്നുള്ള അവാർഡ് വേടന് കൊടുത്തപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ എസ്തെറ്റിക്സ് ഒക്കെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നുണ്ട്. ഇങ്ങനെ അവാർഡ് കൊടുക്കാമോ? ONVയും ഗിരീഷ് പുത്തഞ്ചേരിയും അടക്കമുള്ള ആൾക്കാർ അലങ്കരിച്ച ഈ ഒരു പദവിയിലേക്ക് ഇദ്ദേഹം എത്തുന്നത് ശരിയാണോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ശരിയാണോ എന്ന് പറഞ്ഞാൽ തികച്ചും കലാപരമായിട്ടുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. കല കൊണ്ട് ശരിയാണോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ആ വരികൾക്കൊന്നും അത്ര ഡെപ്തോ ഗ്രാവിറ്റിയോ ഇല്ല എന്നുള്ളതാണ്. പക്ഷേ പൊളിറ്റിക്സ് ഉണ്ട് ആ വരികൾക്ക്. ആ പൊളിറ്റിക്സ് ആ വരികൾക്കുള്ളത് കൊണ്ടും വേടന് നല്ല രീതിയിലുള്ള സപ്പോർട്ട് സമൂഹത്തിനിടയിലുള്ള കൃമികീടങ്ങൾ കൊടുക്കുന്നത് കൊണ്ടും പോരാത്തതിന് ഈ കൃമികീടങ്ങളുടെ വോട്ട് ആർക്കും ഇനി കൃമികീടങ്ങളെന്ന് പറയുമ്പം ദളിതരെ മൊത്തം അധിക്ഷേപിച്ചെന്നൊന്നും പറയില്ലേ. കൃമികീടങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് വ്യക്തമാക്കാം, കമ്മിക്കൂട്ടങ്ങൾ. ഇതാണ് ഞാൻ ഉദ്ദേശിച്ച കൃമികീടം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള കൃമികീടങ്ങൾ ഈ വേടന് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഇവന് കൊടുക്കുന്നുണ്ട്. പോരാത്തതിന് കഞ്ചാവടിക്കാം, കള്ളു കുടിക്കാം, പെണ്ണ് പിടിക്കാം, ഒരു കുഴപ്പമില്ല, ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവന്മാരുടെ നിലപാട് അവിടെ കാത്തു സൂക്ഷിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചോണം. എന്തായാലും നമ്മുടെ വിനായകനുണ്ടല്ലോ, പുള്ളിക്ക് നല്ലൊരു വിഷ്വൽ ആർട്ടിസ്റ്റിനുള്ള ഒരു അവാർഡ് കൂടെ കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പക്ഷം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ പല കാര്യങ്ങളും വിഷ്വലൈസേഷൻ ചെയ്യുന്നതിൽ, അതായത് ഘനഗാംഭീര്യമായി വിഷ്വലൈസ് ചെയ്യുന്നതിൽ പുള്ളി നമ്പർ 1 ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു അവാർഡ് കൂടെ ഞാൻ പ്രതീക്ഷിച്ചു. എന്തായാലും അത് നടന്നില്ല എന്നുള്ളത് മാത്രമേ എനിക്ക്, ആ ഒരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. സ്വാഭാവികമായിട്ടും ഈ അവാർഡ്, അതായത് നമ്മുടെ നാട്ടിലെ ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, ഈ സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ ജൂറിയായിട്ട് പ്രകാശ് രാജ് വരുന്നു എന്ന് കേട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലുമൊക്കെ വിവാദം ഇതിനു പുറമെ പൊട്ടിപ്പുറപ്പെടും, അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. അതായത് വിവാദങ്ങളോട് വിവാദങ്ങളാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുറത്തിറങ്ങിയ ഈ സാഹചര്യത്തിലുള്ളത്. എന്തായിരുന്നാലും ഇവിടെയുള്ള സംഖ്യകൾക്ക് ആശ്വസിക്കാം. കാരണം കണ്ട കള്ളുടിയനും കഞ്ചാവടിയനും പെണ്ണുടിയനും ഒന്നും സംസ്ഥാന സർക്കാരിനെ പോലെ കേന്ദ്ര സർക്കാർ അവാർഡ് കൊടുത്തിട്ടില്ല. അവാർഡ് കൊടുത്തിട്ടുണ്ട്, ഷാരൂഖ് ഖാൻ അവാർഡ് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് അവാർഡ് കൊടുത്തു എന്നൊക്കെ ഇവിടെയുള്ള കുറേ മാതിരി ചോദിക്കുന്നുണ്ട്. ഈ അവാർഡിൻ്റെ പശ്ചാത്തലത്തിൽ പോയി മാമിക്ക് മാവാട്ടർ വേലയെ പാടുക എന്ന് നമുക്ക് അന്തസ്സോടുകൂടി പറയുകയും ചെയ്യാം. അതായത് സംഘപരിവാറുകാർക്ക് അന്തസ്സോടുകൂടി പറയുകയും ചെയ്യാം. അതിൻ്റെ മുമ്പിൽ എടുത്തു വയ്ക്കാം. അതായത് ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് അവാർഡ് കൊടുക്കുന്ന ഒരു നയമല്ലായിരുന്നു കേന്ദ്ര സർക്കാരിൻ്റെത് എന്ന് പറഞ്ഞ വ്യക്തമായിട്ടൊരു പോയിൻ്റ് ഫ്രണ്ടിലിട്ട് ന്യായീകരിക്കുകയും ചെയ്യാം. ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ വേടൻ എന്ന് പറയുന്ന വ്യക്തിക്ക് സംസ്ഥാന സർക്കാർ അവാർഡ് കൊടുത്തല്ലോ. ഇതിൽ എൻ്റെ ഒരു ടേക്ക് എന്ന് പറയുന്നത് അതിലൊരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. കാരണം അവാർഡ് എന്ന് പറയുന്ന ഈ ഒരു സാധനം നമ്മുടെ സംസ്ഥാനത്തൊരു സർക്കാർ ഭരിക്കുമ്പോൾ ആ സംസ്ഥാന സർക്കാരിൻ്റെ ഏറാൻമൂളികളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുന്നതിൽ തെറ്റെന്താണ്? അല്ല, നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയും, ഇതിൽ തെറ്റെന്താണ്? അതായത് കേരള സർക്കാർ ഇവിടെ കേരളശ്രീയും മറ്റേ കേരള ഭൂഷണുമൊക്കെ രൂപീകരിച്ച് വച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം മോൻസൺ മാവുങ്കലിനെക്കാട്ടിലും വലിയൊരു വേട്ടാവളിയാണ് ഈ കേരളശ്രീ എടുത്ത് കൊടുത്തിരിക്കുന്നതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. സർക്കാരിൻ്റെ ഒരു ഏറാൻമൂളിയായിട്ട് നിൽക്കുന്ന ഒരാളാണ്. സർക്കാരിന് വേണ്ടി ഗ്വാ വിളിക്കുകയും സർക്കാരിൻ്റെ എച്ചിൽ കഷ്ണങ്ങൾ വാരി തിന്നുകൊണ്ട് അത്
ജനങ്ങൾക്ക് മുമ്പിൽ ഛർദ്ദിച്ച് വയ്ക്കുകയും ചെയ്യുന്ന ഒരു വേട്ടാവളിയായിരുന്നു അത്. അപ്പോൾ സമാനമായിട്ടുള്ള രീതിയിൽ ഈ സർക്കാരിന് ഓശാനപ്പെടുന്ന അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഏറാൻമൂളികളായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് അവാർഡ് കൊടുക്കുന്നു, അവരതിൽ സന്തോഷിക്കുന്നു, അവരുടെ അണികൾ വലിയ രീതിയിൽ ഇൻകുലാബ് വിളിക്കുന്നു, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് പറഞ്ഞ് നമ്മുടെ അയ്യപ്പനെ വരെ അവരുടെ ഒരു അണിയാക്കാനായിട്ട് നോക്കിയ ടീമാണല്ലോ. അപ്പോൾ അങ്ങനെ അവർ വിളിക്കുന്നു, അവരുടെ കൊച്ചു ലോകത്തിൽ അവർ സന്തോഷിക്കുന്നു. ഇതിൽ വലിയ തെറ്റൊന്നുമില്ല, കാരണം അതങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ വേടൻ എന്ന് പറയുന്ന ഹിരൺദാസ് മുരളി, ഈ പുള്ളിക്കാരൻ രണ്ടോ മൂന്നോ ലൈംഗിക പീഡന കേസുകളിൽ, നല്ല ഊക്കം പീഡന കേസുകളിൽ പ്രതിയാണ്. പോരാത്തതിന് ആ സ്ത്രീകളൊക്കെ വന്ന് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഈ ലോകത്ത് സത്യം പറഞ്ഞാൽ നടി ആക്രമിക്കപ്പെട്ട കേസിലെ ആ ഒരു വിവരണം, ആ സ്ത്രീ എങ്ങനെയാണ് പീഡിപ്പിക്കപ്പെട്ടത് എന്നതിനെക്കാട്ടിലും ക്രൂരമായിട്ടാണ് ഇവൻ സ്ത്രീകളെ പീഡിപ്പിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അത്ര ഭീകരമായിട്ട് പീഡിപ്പിക്കുക മാത്രമല്ല, അറപ്പുളവാക്കുന്ന രീതിയിൽ സംസാരിക്കുക. അതായത് നിൻ്റെ വജൈനയ്ക്ക് പൊട്ട സ്മെല്ലാണ്, അതേസമയം മറ്റേ പെൺകുട്ടിയുടെ വജൈനയ്ക്ക് നല്ല സ്മെല്ലാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ ആ പെൺകുട്ടി വന്ന് വിശദീകരിക്കുന്നതാണ് ഓരോ ചാനലുകളിൽ ഇരുന്നുകൊണ്ട്. അതൊക്കെ നമ്മൾ കേട്ടതാണ്, പല ഓൺലൈൻ ചാനലുകളിലും ഇത് വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പറയുക, പിന്നെ ആ സ്ത്രീയെ അതിരൂക്ഷമായി ഈ സെക്ഷൽ റിലേഷൻഷിപ്പിനിടയിൽ മർദ്ദിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ചെയ്യുക, ഫാൻറ്റസിയുടെ ഭാഗമായിട്ടാണെന്ന് പറയുക. അപ്പോൾ അതൊക്കെ വലിയ രീതിയിൽ ചെയ്യുന്ന ഒരു വ്യക്തി, ആ സ്ത്രീകളെ കൊടൂരമായി പീഡിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വേടൻ. ഈ വേടൻ്റെ പീഡനം നേരിട്ട സ്ത്രീകൾ പല ആൾക്കാരും പറയുന്നതും. പിന്നെ പോരാത്തതിന് കഞ്ചാവ് കേസുണ്ട്. കഞ്ചാവ് എന്ന് പറഞ്ഞാൽ കയ്യിൽ നിന്ന് പിടിച്ചതാണ്, കൂട്ടത്തോടെ പിടിച്ചതാണ്. ഞാൻ കഞ്ചാവ് അടിക്കുന്ന ആളാണ്, മക്കളെ ചെയ്യല്ല മക്കളെ എന്നാണ് നമ്മുടെ വേടെണ്ണം പറഞ്ഞിരിക്കുന്നത്. അതായത് വേടൻ്റെ ഞാൻ കഞ്ചാവ് അടിക്കും, മക്കളാരും ഇത് ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടുകൂടി തീർന്നു. അതായത് നമ്മുടെ കേരളത്തിൻ്റെ ഒരു പൊതുവെയുള്ള ഒരു പൊളിറ്റിക്കൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അങ്ങനെയാണ്. വേടൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ വേടൻ അത് ചെയ്യാനുള്ള സകല സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടനയൊന്നും ഇവന് ബാധകമല്ല, നിയമവ്യവസ്ഥ ഒട്ടും ബാധകമല്ല. ഇനി ബാധകമാണെങ്കിൽ തന്നെ അതൊക്കെ ബാധകമല്ലാതാക്കി കൊടുക്കും നമ്മുടെ സർക്കാർ. അതിനാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുപോലെ ഹോം എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, അല്ലെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഈ ഹോം എന്ന് പറഞ്ഞ സിനിമയിൽ ഇന്ദ്രൻസിൻ്റെ അഭിനയം കണ്ടാൽ എൻ്റെ പൊന്നോ രോമാഞ്ചം വരും. അത്ര ഗംഭീരമായിട്ടുള്ളൊരു അഭിനയം, ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ അഭിനയിക്കുമെന്ന് തോന്നിപ്പോവും. അപ്പോൾ ഇന്ദ്രൻസിൻ്റെ ഈ അഭിനയം 2023 കേരള സർക്കാർ പരിഗണിച്ചില്ല. പരിഗണിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, അതിൻ്റെ നിർമ്മാതാവായിട്ടുള്ള വിജയ് ബാബു ഒരു പീഡന കേസിൽ അകപ്പെട്ടു, പീഡനാരോപണം നേരിട്ടു. പിന്നീട് അദ്ദേഹത്തെ കോടതി വെറുതെ വിടുന്നൊരു സാഹചര്യം ഉണ്ടായി, അതൊക്കെ വേറെ ആസ്പെക്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ, ഈ ഒരു കേസിൽ അകപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ സർക്കാർ പറഞ്ഞത് ഒരു പീഡന വീരൻ്റെ സിനിമ നമ്മൾ എന്ത് ചെയ്യില്ല, ആ സിനിമ പോലും നമ്മൾ എടുക്കില്ല, ജൂറി എടുക്കില്ല എന്നാണ് പറഞ്ഞത്, എന്നാണ് ഈ തെളിവ് പറഞ്ഞത്. നമ്മുടെ ദിലീപിൻ്റെ ദിലീപ് പീഡന കേസിൽ ആരോപണം നേരിടുന്ന സാഹചര്യത്തിൽ രാമലീലയെ ഞങ്ങൾ എടുക്കില്ല എന്ന് പറയുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും വേടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ സിനിമയിൽ അംഗമായതുകൊണ്ട് തന്നെ മഞ്ഞൂമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ തന്നെ എടുക്കാതിരിക്കാനുള്ള വകുപ്പ് സർക്കാരിനുണ്ട്. നിലപാടെന്നൊക്കെ ഉള്ളൊരു സാധനം ഉണ്ടല്ലോ, അത് സർക്കാർ സ്വീകരിക്കേണ്ടതായിരുന്നു. പിന്നെ നമ്മുടെ സർക്കാരിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ, നിലപാടെന്ന് പറഞ്ഞാൽ എന്തിനുള്ളതാണ്, അപ്പം എടുത്ത് മാറ്റാനുള്ളതാണ് നിലപാടെന്ന് പറയുന്നത്, അല്ലാതെ പാലിക്കാനുള്ളതല്ല. നമ്മുടെ മായൻകുട്ടി നമ്മുടെ ഗോഡ് ഫാദറിൽ പറയും പോലെ, ഈ രാമഭദ്ര ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും എന്ന് മുകേഷ് പറയുമ്പം അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. വാക്ക് പറഞ്ഞാൽ വാക്കായിട്ടിരിക്കണം, അല്ലാതെ പ്രവർത്തിച്ച് നശിപ്പിക്കരുത് എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സർക്കാരിൻ്റെ രീതി എന്ന് പറയുന്നത്. നിലപാട് എന്ന് പറഞ്ഞാൽ ഒരു പാടുമില്ലാതെ എടുത്ത് മാറ്റാനുള്ളൊരു സാധനം. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അതും ഒരു കുറ്റമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതും ആ വഴിക്ക് അങ്ങ് പോകുന്നു. അങ്ങനെ ഈ കുതന്ത്രതന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ എന്ന് പറയുന്ന വേടന് അവാർഡ് കൊടുത്ത് നമ്മുടെ സർക്കാർ ഇങ്ങനെ കുതിച്ചു മുന്നേറുകയാണ്. പക്ഷേ ഇതേ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട മറ്റു പല ആൾക്കാർക്കും ഇല്ലാത്ത പല ആനുകൂല്യങ്ങളും വേടന് കൊടുത്തുകൊണ്ടാണ് കുതിച്ചു മുന്നേറുന്നത് എന്നുള്ളൊരു കാര്യവും നമ്മൾ പരിഗണനയ്ക്ക് വയ്ക്കേണ്ട കാര്യമാണ്. പിന്നെ ഇതിലെ ഗാനരചന, ആ ഗാനത്തിൻ്റെ ഓർക്കസ്ട്രൈസേഷൻ, ഗാനരചനയിലുള്ള പല രീതിയിലുള്ള സെറ്റപ്പ്, ഇതൊന്നും അല്ല ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡം എന്ന് പറയുന്നത്. അത് പ്രകാശ് രാജ് നമ്മുടെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. പ്രകാശ് രാജ് കൃത്യമായിട്ട് തുറന്നു പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വേടൻ്റെ വരികളിലെ പൊളിറ്റിക്സ് അത് നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. അതാണ് നമുക്ക് അവഗണിക്കാൻ പറ്റാത്തത്. അതായത് ഈ വരികളിലെ പൊളിറ്റിക്സിനാണ് അവിടെ പ്രാധാന്യം എന്ന് പറയുന്നത്, അല്ലാതെ ഈ വരികളുടെ എസ്തെറ്റിക്സിനോ മറ്റ് കാര്യങ്ങൾക്കൊന്നുമല്ല അവിടെ പ്രാധാന്യം. ഇതിലെ പൊളിറ്റിക്സിനാണ് അവിടെ പ്രാധാന്യം എന്ന് വളരെ ഫ്രാങ്കായിട്ട് പ്രകാശ് രാജ് തുറന്നു പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പറയുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ അവാർഡ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും വലിയ തർക്കമൊന്നുമില്ല. പിന്നെ വേറൊരു കാര്യം, നല്ല കമ്മ്യൂണിസ്റ്റ്
ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികൾ ഭരിച്ചിരുന്ന ഒരു നാടാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ ജഗതി ശ്രീകുമാർ ഉണ്ടല്ലോ, നമ്മുടെ ഹാസ്യ സാമ്രാട്ടായിട്ടുള്ള ജഗതി ശ്രീകുമാർ, പുള്ളി ഒരു പീഡന കേസിൽ പ്രതിയായി. അങ്ങനെ ഒരു പീഡന കേസിൽ പുള്ളി പ്രതിയായപ്പോൾ VS അച്യുതാനന്ദൻ പുള്ളിക്ക് ഒരു പുരസ്കാരം കൊടുക്കണം, വേദിയിലിരിക്കണം. അവസാന നിമിഷം VS അച്യുതാനന്ദൻ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, ഞാൻ അവിടെ എത്തുന്നില്ല എന്നുള്ളത്. പിന്നെ ജഗതി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ടായി. പിറ്റേ ദിവസം നമ്മുടെ പത്രങ്ങൾ എഴുതി എന്തുകൊണ്ടാണ് എത്താത്തത്. അതായത് ആ പെൺകുട്ടി കാണാൻ VS പോയിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പെൺകുട്ടിയെ കാണാൻ VS പോയപ്പോൾ ആ പെൺകുട്ടി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരു അച്ഛൻ്റെ വാത്സല്യം ലഭിക്കാനായി VSൻ്റെ മാറത്ത് ചേർന്ന് പൊട്ടിക്കരഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ VS അന്ന് കൃത്യമായിട്ട് പറഞ്ഞു, ഇത്തരത്തിൽ ആരോപണം നേരിടുന്ന ഒരാളുടെ കൂടെ എനിക്ക് വേദി പങ്കിടുക എന്നുള്ളത് എൻ്റെ മനസാക്ഷി എന്നല്ല. VS എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിക്ക് ഇതിൽ മനസാക്ഷിയെ പോലും ഞാൻ നോക്കുന്നില്ല. മനസാക്ഷി എന്ന് പറഞ്ഞാൽ നമ്മളെ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നോക്കണം. കാരണം എനിക്ക് ശരിയെന്ന് തോന്നുന്നു, പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് നോക്കണം മനസാക്ഷിക്ക് ശരിയാണോ എന്നുള്ളത്. പക്ഷേ ഇവിടെ എനിക്ക് തന്നെ അത് തെറ്റായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് മനസാക്ഷി നോക്കേണ്ട ആവശ്യമില്ല. ഇത് തെറ്റായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് ബഹിഷ്കരിച്ച നേതാക്കന്മാരുള്ള മണ്ണാണിത്. ഏത് മണ്ണാണ് മക്കളെ നമ്മൾ ഈ ചവിട്ടി നിൽക്കുന്നത്? ഏത് മണ്ണാണ് ഇതൊക്കെ? ഏത് മണ്ണാണ് എന്ന് നമ്മുടെ മദനി സാഹിബ് പറയുന്നത് പോലെ ഇതൊക്കെ ഏത് മണ്ണിലാണ് നമ്മൾ ചവിട്ടി നിൽക്കുന്നത് എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമാണ്. പിന്നെ അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് നമ്മുടെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജെൻ സി ആണ്, അവരും കൂടെ കുറച്ച് വർഷം കഴിയുമ്പോൾ അവരും പഴമക്കാരുടെ ലിസ്റ്റിലോട്ട് വരും. അപ്പോൾ അവർക്ക് ഇതൊക്കെ കുറച്ചൊക്കെ മനസ്സിലാവും. എന്തായാലും അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അങ്ങനത്തുള്ള ഭരണാധികാരികളും നമ്മുടെ നാട്ടിൽ നമ്മളെ ഭരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മലയാളികൾക്ക് അയവറുക്കാൻ കിട്ടുന്ന ഒരു സുഖകരമായിട്ടുള്ള ഓർമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വേടൻ്റെ കേസ് വരുമ്പോൾ വേടൻ പീഡിപ്പിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി എന്തിനാണ് പോയി കിടന്നു കൊടുത്തത് എന്നുള്ളൊരു ചോദ്യം ഇവർ ഭയങ്കരമായിട്ട് ചോദിക്കുന്നുണ്ട്. അവൾ പോയി കിടന്നു കൊടുത്തത് കൊണ്ടല്ലേ ഇവൻ പീഡിപ്പിച്ചത്? അപ്പോൾ അവളാണോ കുറ്റക്കാരി, ഇവനാണോ കുറ്റക്കാരൻ എന്നുള്ളൊരു ചോദ്യമാണ് ഇവരെല്ലാം ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉള്ളൊരു പുതുതലമുറ ഉയർത്തുന്ന ഒരു ചോദ്യമാണ് ഇത് എന്ന് പറയുന്നത്. അതായത് ഈ പെൺകുട്ടി ഇങ്ങനെ പോയത് കൊണ്ടല്ലേ, അതായത് എന്നെ കയറി പിടിച്ചോ എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ വേടൻ കയറി പിടിച്ചത് എന്നാണ് ഇവർ പ്രധാനമായിട്ടും ചോദിക്കുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലേക്ക് വരുമ്പോൾ ഇവർ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് ഗർഭം കലക്കിയത്, രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് പോയി പീഡിപ്പിച്ചത് എന്നാണ് ഇവർ പറയുന്ന വേറൊരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. രണ്ടിൽ രണ്ട് നിലപാടാണ്. അതായത് നമ്മൾ ഓന്ത് നിറം മാറൂലേ, അതിനെക്കാട്ടിലും ഭീകരമായിട്ടാണ് ഇവറ്റകൾ നിറം മാറുന്നത്. വല്ല സയൻറ്റിഫിക് നെയിം ഉണ്ടോ എന്ന് മാത്രമേ നമുക്കിനി അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ആ പെൺകുട്ടി കയറി പിടിക്കാനായിട്ട് നിന്നതുകൊണ്ടല്ലേ ഇയാൾ കയറി പിടിച്ചതെന്ന് പറയുമ്പോൾ ഇതിൽ പല കോടതികളിലും വന്നിരിക്കുന്ന പല തരത്തിലുള്ള പ്രസ്താവനകളുണ്ട്. അതിൽ എനിക്ക് വളരെ ക്യാച്ചിങ് ആയിട്ട് തോന്നി, എനിക്ക് തോന്നുന്നു ഡൽഹി ഹൈക്കോടതിയുടേതാണെന്ന് തോന്നുന്നു, പറയുന്നത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, ഇത് തെളിയിക്കാൻ പാടായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ ഈ പുരുഷനറിയാം വിവാഹം കഴിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഞാനിവിടെ വിവാഹം കഴിക്കില്ല എന്നുള്ളത് ഈ പുരുഷനറിയാം. അതായത് വേടൻ ഒരു പെൺകുട്ടിക്ക് ഞാൻ നിന്നെ വിവാഹം കഴിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് വിവാഹ വാഗ്ദാനം നൽകുന്നത് ആ വേടൻ അവിടെ ആ പെൺകുട്ടിയെ കബളിപ്പിക്കുകയാണ്. കാരണം ഇവൻ മനസ്സിൽ വിചാരിക്കുന്നത് ഞാൻ ഇവളെ വിവാഹം കഴിക്കില്ല, പക്ഷേ ഇവളുടെ ശരീരം എനിക്ക് ആവശ്യമുണ്ട്. ആ പെൺകുട്ടി സ്വാഭാവികമായിട്ടും ആ ചതിയിലേക്ക് വഴുതി വീഴുന്നു. വഴുതി വീണ ശേഷം അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു, പലതവണ ഏർപ്പെടുന്നു. ശേഷം ഇയാൾ ചതിച്ചിട്ട് പൊടിയും തട്ടി പോകുന്നു. ആ പെൺകുട്ടി വഞ്ചിക്കപ്പെടുന്നു. പിന്നെ ആ പെൺകുട്ടിയുടെ മുന്നിലുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ വേടൻ വിവാഹ വാഗ്ദാനം നൽകിയ ആ സമയത്ത് ഇയാൾ വിവാഹം കഴിക്കില്ല എന്ന് ഇയാൾക്കുറപ്പുണ്ടായിരുന്നു എന്ന് ആ പെൺകുട്ടി തെളിയിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ഞാൻ ഒരു പെൺകുട്ടിക്ക് വിവാഹ വാഗ്ദാനം നൽകി ഒരുപാട് പീഡിപ്പിച്ച് കഴിഞ്ഞ ശേഷം പൊടിയും തട്ടി പോകുമ്പം ഈ പെൺകുട്ടിയുടെ ബാധ്യതയാണ് ഇവൻ വിവാഹ വാഗ്ദാനം നൽകിയ സമയത്ത് തന്നെ ഇയാൾ എന്നെ കല്യാണം കഴിക്കാനുള്ളൊരു സെറ്റപ്പിലല്ലായിരുന്നു, ഞാൻ വഞ്ചിക്കപ്പെടുകയായിരുന്നു, പക്ഷേ ആ വിവാഹ വാഗ്ദാനം എന്നുള്ള സാധനത്തിൽ ഞാൻ വീണുപോയി എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. എന്തു തന്നെയായിരുന്നാലും ഗാനരചയിതാവ്, മികച്ച ഗാനരചയിതാവ് ONVക്കൊപ്പം തന്നെ ഇനി ജ്ഞാനപീഠം കയറാനുള്ള ഒരു സെറ്റപ്പ് കൂടെ വേടന് നമ്മുടെ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ശരി.